ഹലോ. അപ്പം നമ്മൾ ഇന്ത്യൻസൊക്കെ കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വീടിനുള്ളിലൊക്കെ ഭയങ്കര മണമായിരിക്കും. ഇറച്ചി വറക്കും, മീൻ വറക്കും, എല്ലാം കൂടെ വറക്കുമ്പം ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ഈ വീടുകളൊക്കെ ഭയങ്കര ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് ആണ്. അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വറക്കുന്ന മീനിൻ്റെ മണവും നമ്മുടെ ഉടുപ്പിലും നമ്മുടെ വീടിനകത്തൊക്കെ നിൽക്കും. അപ്പം എല്ലാവരും പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. റൂം ഫ്രഷ്നർ വെക്കാറുണ്ട്, ഇതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് മാറ്റാൻ വേണ്ടി. അപ്പം ഞാൻ റീസെൻ്റ്ലി ഉപയോഗിച്ചതിനകത്ത് നല്ലതെന്ന് തോന്നിയൊരു സംഭവമാണ് ഈ ഓർബീസ് കേട്ടോ. ഈ ഓർബീസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഓർഡർ ജെൽ ബഡ്സ് എന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് വാനിലയുടെ ഫ്ലേവറാണ്. അപ്പം ഇതിൻ്റെ ഒരു ശകലം ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൊരു കവറുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ഓപ്പണായി. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ വൈറ്റ് കവറിൻ്റെ ഇവിടെ നമുക്ക് എന്തോരം ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തോരം ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിങ് കബോർഡിലും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇരിക്കുന്നതിനകത്ത് വെക്കുവാണെങ്കിൽ നല്ല വാനിലയുടെ ഫ്ലേവറാണ്. എന്നാൽ ഇത്തിരി കുത്തുന്ന സ്മെല്ലല്ല. സാധാരണ റൂം ഫ്രഷ്നറിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര കുത്തുന്ന സ്മെല്ലല്ലേ. അപ്പം നമുക്ക് ഭയങ്കര എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ഭയങ്കര സ്ട്രോങ് സ്മെല്ല്. ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റ് വാനില ആൻഡ് വാനിലയുടെ മണമാണ്. വാനില പ്ലസ് കാരമൽ സ്മെല്ലാണ്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആ മണം ഉണ്ടാകും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കതകും ജനലും ഒക്കെ തുറന്നിട്ട് കുക്ക് ചെയ്യുന്ന സംഭവമല്ലേ നാട്ടിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ജനലൊക്കെ ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് അതൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇടുന്ന ഒരു സംഭവം എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് ഇട്ടാലും കുറേയൊന്നും മണങ്ങൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ വാർഡ്രോബും ബെഡ്റൂമൊക്കെ അടച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും അപ്പോൾ നമ്മൾ വലിയൊരു പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒത്തിരി കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ മണം ഇറച്ചിക്കറിയുടെയും എല്ലാം മണം നമ്മുടെ വീടിനകത്ത് നിൽക്കും. അപ്പോൾ ആൾക്കാർ തുറന്ന് കയറുമ്പോഴേ അവർക്ക് മനസ്സിലാവും അയ്യോ ഇന്നിവിടെ ബിരിയാണിയാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് കഴിയുമ്പോൾ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂമും വീടുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ആ സ്മെല്ലുണ്ടാവത്തില്ല. അപ്പോൾ ഇതെന്താന്ന് നോക്കി. ഇതെന്താണെന്നറിയോ, നമ്മൾ സെൻറ്റഡ് ക്യാൻഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ പോലെ തന്നെ വേറൊരു സംഭവമാണ് ഇത്. ഓയിൽ ബേണർ സെറ്റാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇവിടെ നമ്മൾ പല പല ക്യാൻഡിലുകൾ പല ഫ്ലേവർ മണത്തിലുള്ള ക്യാൻഡിലുകളുണ്ട്, സ്ട്രോബെറി, വാനില. അപ്പോൾ അത് കത്തിച്ച് വെച്ചാലും സ്മെല്ല് പോകും. പക്ഷേ ഇത് വേറൊരു സംഭവമാണ് കേട്ടോ. ഇത് $5. ഞാൻ ലിൻക്രാഫ്റ്റിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. $5 ഉള്ളൂ. ഇതിനകത്ത് ഇവിടെ ഒരു ക്യാൻഡിലുണ്ട്. നമുക്ക് ഈ ക്യാൻഡിൽ ഇതിനകത്ത് കത്തിച്ചിട്ട് ഇവിടെ വെക്കണം, ഇതിനുള്ളിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ ആണ് ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ക്യാൻഡിലിൻ്റെ ചൂടും കൊണ്ട് ഇതിൻ്റെ ഈ ഓയിൽ ബേൺ ചെയ്യുന്ന സ്മെല്ല് നമ്മുടെ വീടിനകത്ത്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു പൊമിഗ്രാനൈറ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ, പൊമിഗ്രാനൈറ്റ്. അപ്പോൾ പൊമിഗ്രാനൈറ്റിൻ്റെ ഫ്ലേവറിൻ്റെ വാക്സും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാക്കറ്റാണ്. ഇത് കഴിയുമ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള വാക്സ് നമുക്കിത് ഇങ്ങനെ ക്യൂബ്സായിട്ട് വരും. ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന്. ഇതിനൊരു കവറുണ്ട്. അപ്പം ആ കവർ നമുക്ക് മാറ്റാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഓയിൽ മാത്രമായിട്ട് ഒഴിക്കാം. ഈ വാക്സ് നമ്മൾ അതിൽ നിന്ന് ഒടിച്ചെടുത്തതാട്ടോ, നമുക്ക് കിട്ടിയ ആ പാത്രത്തിൽ. അപ്പോൾ അതായിട്ടും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വാക്സിന് പകരം ഓയിൽ ആദ്യം ഒഴിക്കാം. അത് കണ്ടോ, ഇതിനകത്ത് അടിയിലേക്ക് ഞങ്ങൾക്കത് കാണാനും ഒരു ഭംഗിയാണ്, ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. ഇതിൻ്റെ മേളിൽ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിക്കാം. I saw this, it went viral on YouTube. So many people have this. Satisfying. That's a pomegranate smell. It kind of smells good. കുറച്ചൊഴിക്കാം. There. നല്ല സ്മെല്ലുണ്ട്. Yeah, it's a very nice smell. അപ്പോൾ ഇത് കുറച്ചൊരു 10 മിനിറ്റ് കത്തിച്ച് വെച്ചാൽ മതി. എപ്പോഴും വേണ്ട. ഒരു റൂമൊക്കെ ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ അതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോഴേക്കും നല്ല സ്മെല്ല് വരും, നല്ല വീടുകൾ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ചില വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവരുടെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻസിനെ പ്രത്യേകിച്ച് അറിയാം
നമ്മുടെ ആ മസാലയുടെ കറിയുടെയൊക്കെ സ്മെല്ല് അതൊക്കെ പോകും കേട്ടോ. പിന്നെ പിള്ളേരുള്ളിടത്ത് സൂക്ഷിച്ചു വെക്കണം. ഇതിൻ്റെ മേൽഭാഗം ചൂടായതുകൊണ്ട് ഇവിടെ ഇച്ചിരി ചൂടുണ്ട്, പിള്ളേർ ടച്ച് ചെയ്താൽ കൈ പൊള്ളും. അപ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ. അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. താങ്ക് യു.